ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു ജാഷീസ് കുക്ക് ബുക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചേമ്പ് വെറുതെ പുഴുങ്ങി കഴിക്കാനും കറി വെച്ച് കഴിക്കാനും അടിപൊളി ടേസ്റ്റ് ആണല്ലോ അല്ലേ. ചേമ്പ് കൊണ്ട് മുന്നേ ഞാനൊരു കിടിലൻ പുളിങ്കറിയുടെ റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇന്ന് ഞാൻ ചേമ്പ് ഉണക്കച്ചെമ്മീനും കൂടെ ചേർത്തുണ്ടാക്കുന്ന നല്ലൊരു നാടൻ കറിയുടെ റെസിപ്പി തന്നെയാണ് ഷെയർ ചെയ്യുന്നത്. ഉണക്കച്ചെമ്മീൻ തന്നെ വേണമെന്നൊന്നുമല്ല ഈ കറി വെക്കാൻ, ഏത് തരം ഉണക്കമീനും പിന്നെ ഫ്രഷ് ചെമ്മീനും ഒക്കെ ചേർത്ത് ഈ കറി ഉണ്ടാക്കാം. പക്ഷേ ഏറ്റവും ടേസ്റ്റ് അത് ഉണക്കച്ചെമ്മീൻ വെച്ചുണ്ടാക്കുമ്പോൾ തന്നെയാണ്. നാടനും വെജും നോൺ വെജും ആയിട്ടുള്ള ഒരുപാട് കറി റെസിപ്പികൾ ഇനിയും ജാഷീസ് കുക്ക് ബുക്കിൽ കാണാനും പരീക്ഷിക്കാനും നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരൊക്കെ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം എൻ്റെ ഒരു വീഡിയോ പോലും നിങ്ങൾക്ക് മിസ്സാവാതെ കാണാനായി ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ കിട്ടുന്നുണ്ടെന്ന് ഒന്ന് ഉറപ്പുവരുത്തണേ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. കറി വയ്ക്കാനുള്ളൊരു പാത്രത്തിൽ തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയ 350 ഗ്രാം ചേമ്പ് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു വലുപ്പത്തിലാണ് കേട്ടോ ഞാൻ ചേമ്പ് കട്ട് ചെയ്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 6 ചുവന്നുള്ളിയും അത്ര തന്നെ വെളുത്തുള്ളിയും അരിഞ്ഞത്, പിന്നെ എരിവിനനുസരിച്ച് പച്ചമുളക് നടുകീറിയത്, കുറച്ച് കറിവേപ്പില ഇത്രയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 3/4 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഇത്രയും പൊടികൾ കൂടെ ചേർക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടത് 1 കപ്പ് പുളി പിഴിഞ്ഞതാണ്. ഒരു ചെറിയ നാരങ്ങയുടെ വലുപ്പത്തിലുള്ള പുളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ പുളിക്ക് പകരം കുടംപുളി എടുക്കാം, അതല്ലെങ്കിൽ പുളിക്കായിട്ട് തക്കാളി ചേർത്താലും മതി. നല്ല ഫ്രഷ് ചെമ്മീൻ വെച്ചിട്ടാണ് ഈ കറി ഉണ്ടാക്കുന്നതെങ്കിൽ കുടംപുളി ചേർത്താലായിരിക്കും കൂടുതൽ ടേസ്റ്റ്. ഇനി ലാസ്റ്റ് ആയിട്ട് ഇതിലേക്ക് നല്ലപോലെ കഴുകി ക്ലീനാക്കി വെള്ളം വാർത്ത 50 ഗ്രാം ഉണക്കച്ചെമ്മീൻ ചേർക്കാം. ഇതിന് നമുക്ക് വേവിക്കാനായി വെക്കാം. ചെമ്മീനും ചെയ്യുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടാനായി മൂടി വെച്ച് വേവിക്കാം. വെള്ളം നന്നായി തിളച്ച് തുടങ്ങിയാൽ ഇടയ്ക്ക് ഇങ്ങനെ മൂടി തുറന്നൊന്ന് ഇളക്കി കൊടുക്കണം. ചേമ്പ് പെട്ടെന്ന് വേവുന്നത് കൊണ്ട് കുക്കറിലിട്ട് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. കുക്കറിലിട്ടാൽ കൂടുതലായി വെന്ത് ഇങ്ങനെ ഇളക്കുമ്പോൾ പെട്ടെന്ന് ഉടഞ്ഞു പോകും. ഇനി ചേമ്പ് അങ്ങനെ ഉടഞ്ഞിട്ട് കറി നല്ല കൊഴുത്ത പരുവത്തിൽ കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് കുക്കറിലിട്ട് തന്നെ വേവിക്കാം. ഇപ്പം തന്നെ ചേമ്പ് ഹാഫ് വേവായിട്ടുണ്ട്. ഇനി ബാക്കി കൂടെ വേവുന്ന സമയം കൊണ്ട് നമുക്ക് 1 കപ്പ്, അതായത് ഏകദേശം 1/2 മുറി തേങ്ങ അരയ്ക്കാൻ പാകത്തിന് വെള്ളം ഒഴിച്ച് നല്ല മയത്തിലൊന്ന് അരച്ചെടുക്കാം. ഇപ്പം ചേമ്പ് നന്നായി വെന്ത് വന്നിട്ടുണ്ട്, എന്നാൽ വെന്ത് ഉടഞ്ഞിട്ടുമില്ല. അപ്പം നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ചേമ്പ് ഉടഞ്ഞ പരുവത്തിൽ കഴിക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ കയ്യിൽ വെച്ച് മെല്ലെ ഒന്ന് അടിച്ചു കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് അരച്ചു വെച്ച തേങ്ങ ചേർത്ത് കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് ഈ കറിയിൽ എത്ര ഗ്രേവി വേണം അത്രയും വെള്ളം മിക്സിയിലൊഴിച്ച് ഒന്ന് കുലുക്കി ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് തേങ്ങ അരച്ചതിന് പകരം നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലും ചേർക്കാം കേട്ടോ. 2ാം പാലിൽ ചേമ്പ് വേവിച്ചതിന് ശേഷം നല്ലപോലെ കറി കുറുക്കിയെടുത്ത് ഏറ്റവും ലാസ്റ്റ് ഫ്ലെയിം ഓഫ് ആക്കുന്നതിന് കുറച്ച് മുന്നേ ആയിട്ട് 1ാം പാൽ ചേർത്താൽ മതി. ഇതിനേക്കാൾ ടേസ്റ്റ് തേങ്ങാപ്പാൽ ചേർത്തുണ്ടാക്കുമ്പോഴായിരിക്കും. ഞാൻ കുറച്ചുകൂടി ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന തരത്തിൽ തേങ്ങ അരച്ച് ചേർത്തന്നേ ഉള്ളൂ. ഇനി നമ്മൾ ഈ ചേർത്ത പച്ചത്തേങ്ങയുടെ ആ റോസ് സ്മെല്ലൊക്കെ നന്നായി മാറുന്നത് വരെ നല്ല പോലെ ഒന്ന് തിളപ്പിക്കാം. ഇപ്പം ഗ്രേവിയൊക്കെ ഒന്നുകൂടെ കുറുകി നമ്മുടെ കറി ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം കറി ഒന്ന് തൂമിക്കാം. അതിനായി ഒരു ചട്ടി ചൂടാക്കിയതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഈ കറിയിൽ ഉള്ളിയും മുളകൊന്നും വഴറ്റാനായിട്ട് എണ്ണ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ അത്യാവശ്യം വെളിച്ചെണ്ണ ചേർത്തിട്ട് തന്നെയാണ് ഞാൻ തൂമിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഹെൽത്തിനും ടേസ്റ്റിനും ഒക്കെ അനുസരിച്ച് വെളിച്ചെണ്ണ കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. വെളിച്ചെണ്ണ ചൂടായാൽ കടുക് ചേർക്കാം. കടുക് ഞാൻ ഏകദേശം 1 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. കടുക് മുഴുവനായി പൊട്ടി വന്നാൽ 1/4 ടേബിൾ സ്പൂൺ ഉലുവ ചേർക്കാം. ഉലുവ ഓപ്ഷണലാണ്, ഇതിൻ്റെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ മാത്രം ചേർത്താൽ മതി. അതിൻ്റെ ഒപ്പം 4-5 ചുവന്ന മുളക് കഷ്ണങ്ങളാക്കിയതും, പിന്നെ കുറച്ചുകൂടെ ചുവന്നുള്ളി വെളുത്തുള്ളി അരിഞ്ഞതും, കുറച്ചുകൂടെ കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായി ഒന്ന് മൂപ്പിക്കാം. ഇതെല്ലാം കൂടെ താളിച്ച് കറിയിൽ ചേർക്കുമ്പോൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത നല്ലൊരു മണവും ഫ്ലേവറൊക്കെയാണ് കറിക്ക് കിട്ടുക. അതുകൊണ്ട് ഇതിലൊന്നും പരമാവധി ഒഴിവാക്കാതിരിക്കാൻ നോക്കുക.
ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ചെറുതായി മൊരിഞ്ഞു വരാൻ തുടങ്ങിയാൽ ഫ്ലെയിം ഓഫാക്കി നമുക്കിത് കറിയിലേക്ക് ചേർക്കാം. ഇനി നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇത് കുറഞ്ഞത് ഒരു 15 മിനിറ്റെങ്കിലും ഒന്ന് മൂടി വയ്ക്കാം. അതിനുശേഷം ചൂട് ചോറിൻ്റെ കൂടെ സെർവ് ചെയ്യാം. മീനൊന്നും കിട്ടാത്ത ദിവസം ഈ ഒരു കറി ഉണ്ടെങ്കിൽ മീനില്ലാത്തൊരു കുറവ് അറിയില്ല. ഒരു പച്ചക്കറിയും നോൺ വെജ് കറിയും ഒരുമിച്ച് കഴിച്ച ഒരു ഫീൽ കിട്ടും. അപ്പോൾ എൻ്റെ ചേമ്പ് പുളിങ്കറിയും പിന്നെ ഈ കറിയും മറക്കാതെ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. എന്നിട്ട് ഫീഡ്ബാക്ക് തീർച്ചയായും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ഒന്ന് ലൈക്ക് ഷെയറൊക്കെ ചെയ്യണേ. വീഡിയോനെ പറ്റിയുള്ള അഭിപ്രായം കമൻറ്റായി തന്നെ അറിയിക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി ഇതുപോലുള്ള ഈസിയും ടേസ്റ്റിയും വെറൈറ്റിയുമായിട്ടുള്ള റെസിപ്പിയുമായി അടുത്ത വീഡിയോയിലൂടെ കാണുന്നവരേക്കും ബൈ. അസ്സലാമു അലൈക്കും.